എനിക്ക് യു ഡി എഫിൻ്റെ പ്രതിനിധി പ്രവീണിനോടാണ് ചോദിക്കാനുള്ളത്. പ്രവീൺ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ 15 വർഷക്കാലത്തെ വികസന പ്രവർത്തനം എന്താണെന്ന് താങ്കൾ ചോദിച്ച സമയത്ത് പ്രവീൺ പറഞ്ഞു പോസ്റ്റ് ഓഫീസിൻ്റെ വികസനം, റെയിൽവേ ലൈനുകളുടെ വികസനം, അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റോപ്പുകളുടെ വികസനം, ECHS, അതുകൊണ്ട് തന്നെ മിലിറ്ററി ക്യാൻറ്റീൻ. അതിൽ മിലിറ്ററി ക്യാൻറ്റീനും ECHSഉം ഇവിടുത്തെ എക്സ് സർവീസ് സംഘടനകളുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. MP യുടെ ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, 15 വർഷക്കാലം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് നേരിട്ട് നടപ്പിലാക്കിയിട്ട് ഒരു പദ്ധതി ഈ നിങ്ങൾ ചെങ്ങന്നൂരിൽ പോട്ടെ, മാവേലിക്കര വേണം, നിങ്ങൾക്ക് ചെങ്ങന്നൂര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി, ഹൈമാക്സ് ആയിട്ട് പോട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്ക് ചെങ്ങന്നൂര് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ, 10 വർഷക്കാലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ കൊടുക്കുന്ന സുരേഷ്, ഏതെങ്കിലും ഒരു പദ്ധതി മറുപടി. കേന്ദ്ര ഗവൺമെന്റ് മുഖേന അല്ലാതെ MP-മാർ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ചോദിക്കുന്നത് MP-മാർ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്? പാർലമെന്റിലെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ MP കേന്ദ്ര ഗവൺമെന്റ് മുഖേന അല്ലാതെ എങ്ങനെയാണ് ഇവിടെ വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നത്? ഇവിടെ സാധാരണ മറുപടി കേൾക്കാൻ ഞങ്ങൾ സാധാരണക്കാരന്റെ ടാക്സ് ഊറ്റി, ഞാൻ സൂചിപ്പിച്ചതുപോലെ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ പൈസ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത് ഞങ്ങൾ എല്ലാവരും അടയ്ക്കുന്നത്. മുഴുവൻ ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ടാക്സ് എന്റെ ചോദ്യം സിമ്പിളാണ്. കൊടിക്കുന്നിൽ സുരേഷ് 15 വർഷക്കാലം നേരിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി ചെങ്ങന്നൂരിൽ പറഞ്ഞാൽ മതി. അല്ലാതെ മോദി സർക്കാർ കൊണ്ടുവരുന്ന